SOSന്റെ പ്രോഗ്രാമിന് പോയി പഠിത്ത്. അങ്ങനെ പോയപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അതിന്റെ പരിസരത്തുള്ള ഒരു സ്ഥലത്ത്, കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് പോയി. ഒരു തങ്ങളെ വീടാണ്, ഷാർജയിലുള്ള നമുക്ക് സംഘടനയിലൊക്കെ വലിയ റോൾ വഹിക്കുന്ന ഒരു സയ്യിദിന്റെ വീടാണ്. അവരുടെ ഹൗസ് വാമിങ്ങിന് എനിക്ക് ഏതായാലും പോകാൻ പറ്റിയില്ല. അപ്പൊ ഏതായാലും അവിടെ എത്തിയ സ്ഥിതിക്ക് പോയാൽ സന്തോഷമല്ലേ എന്ന നിലക്ക് തങ്ങളെ വിളിച്ച് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ആ വീട്ടിലെത്തിയിട്ട് സൽക്കാരൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്നാക്സും വെള്ളമൊക്കെ കുടിച്ച് ഇറങ്ങുമ്പോ എന്നോട് സയ്യിദ് പറഞ്ഞു, സതെ എൻ്റെ ഉമ്മാന്റെ റൂമിൽ ഒന്ന് കയറാണ്. അപ്പൊ ഞാനിങ്ങനെ അന്താളിച്ചു പോയി. ഉമ്മ ഉണ്ടെങ്കിൽ ഏതായാലും ആ റൂമിൽ കയറാൻ പാടില്ല, കാണാൻ പാടില്ല, അന്യവണ്ടല്ലേ. ഉമ്മ ഇല്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് കയറിയിട്ട് ഉമ്മാന്റെ റൂമിൽ കയറി എന്താ പ്രത്യേകിച്ച്? എനിക്ക് പെട്ടെന്ന് ഇതിനെന്ത് ഉത്തരം പറയേണ്ടതൊന്നും മനസ്സിലായില്ല. ഞാൻ അതിന് അത്ര കണ്ട് ആദ്യം മൈൻഡ് ചെയ്തില്ല. രണ്ടാമത് തങ്ങൾ ഓർമ്മ ഉമ്മാന്റെ റൂമിൽ ഒന്ന് കയറിയിട്ട് പോസ്തേ. അങ്ങനെ എന്നെ വിളിച്ച് കയറ്റി. അപ്പൊ ആ റൂം വളരെ അടിപൊളി ബെഡ്റൂം. എന്നിട്ട് തങ്ങൾ ആ റൂമിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാം. എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവാക്കിയത് ഈ റൂമിന് വേണ്ടിയിട്ടാണ്. ഇതാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല ബെഡ്റൂം. ഇതെൻ്റെ ഉമ്മാക്കുള്ള അവസ്ഥ. ഏറ്റവും വൃത്തിയുള്ള റൂം എൻ്റെ ഉമ്മാക്കുള്ളതാണ്. പിന്നെ ആ റൂമിലെ കണ്ട ഒരു അത്ഭുതം എന്താന്ന് വെച്ചാൽ, ആ കിടക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, തലയണ വെക്കുന്ന ആ സ്ഥലത്ത് എൻ്റെ നേരെ മേലെ ചുമരിന്റെ മേലെ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗമെന്ന ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഉമ്മാനെ സ്നേഹിക്കുന്ന ഓരോ രൂപേ. സുബ്ഹാനല്ലാഹ്. ഉമ്മ എന്താണോ നമ്മളോട് ചോദിക്കണത്, ഉപ്പ എന്താണോ ചോദിക്കണത്, അത് കൊടുക്കണം. അതിലൊരാശങ്കയും നമ്മൾ കാണിക്കാൻ പാടില്ല. 7 മുശാവറത്തുഹുമാ ഫീ കുല്ലിൽ അഅ്മാലി വൽ ഉമൂർ. ഉപ്പയും ഉമ്മയും നമുക്ക് ജീവിച്ചിരിപ്പുള്ള കാലത്ത് അവരോട് നമ്മുടെ എല്ലാ കാര്യവും മുശാവറ നടത്തണം. അടുത്ത കൊല്ലം ഗവൺമെന്റിൽ ഹജ്ജ് കൊടുക്കണമെന്നുണ്ട്. ഉമ്മാരെ അഭിപ്രായം എന്താ? ഉപ്പാരെ അഭിപ്രായം എന്താ? പിന്നെ PG ഇന്ന ഉമ്മാക്ക് PG ഏത് യൂണിവേഴ്സിറ്റി അങ്ങനെയൊന്നും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. CA CMA BPharm BDS എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ ആ ബർക്കത്തുള്ള നാവിൽ നിന്ന് ഒരു ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കണം. ഉമ്മാരെ അഭിപ്രായം എന്താ? ഇങ്ങനെ ഒരു അന്വേഷണം വന്നതിന് ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഉപ്പിയും എന്താ പറയുന്നത് പോലെ ചെയ്യാം. എന്ത് ബർക്കത്തുണ്ടാവും ആ കുടുംബത്തില്, എന്തൊരു സ്വാലിഹീങ്ങളായിരിക്കും ആ ദാമ്പത്യത്തിൽ ജനിക്കുന്ന സൂനങ്ങൾ. ഞാനൊരു പെണ്ണിനെ കണ്ടിന്, ആ പെണ്ണിനെ കിട്ടിയിരിക്കും, അതിന്റെ അപ്പറുമില്ല ഇപ്പറുമില്ല. എന്താ ഇത് പറയേണ്ടത്? ആരോടാ? ആദ്യത്തെ 1 മാസം കൊണ്ട് ഉമ്മാനെ സമ്മതിപ്പിക്കാൻ കൺവിൻസ് ചെയ്യും. പിന്നെ ഉപ്പനോട് ഉമ്മയും പറയും നിങ്ങളും സമ്മതിച്ചു കൊടുത്തേ. അതൊക്കെ ഒരു കഥയുള്ള സമ്മതമായിരിക്കും. എത്രത്തോളം ബർക്കത്തുണ്ടാവും കണ്ടറിയാം. ബാക്കി എല്ലാ തെറ്റും ഒരുവിധം അല്ലാഹ് ആഖിറത്തിലേക്ക് പോസ്റ്റ് പോണ്ട് ചെയ്യും. ഉമ്മാനോട് ഉപ്പാനോടുള്ള കുരുത്തക്കേടിന് ദുനിയാവ് തന്നെ അല്ലാഹ് തരുമെന്നാണ്. അതങ്ങനത്തെ ഒരു പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. ഹാക്കിം ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് കാണാം. ഏത് കാര്യം ഉപ്പാനോടും ഉമ്മാനോടും മുശാവറ നടത്തണം. ഉമ്മ ഇങ്ങനെയാണ് വീടിന്റെ പ്ലാന്, ലിവിങ്, ബെഡ്റൂം, ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. ഉമ്മാക്ക് അത് ചിലപ്പോൾ മനസ്സിലാവില്ല. ഇത്ര 3000 സ്ക്വയർ ഫീറ്റ് ആണ്. സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നും നിങ്ങൾ ചിന്തിക്കണം. ഉമ്മാനോടെല്ലാം പറയാം. ഉമ്മ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഉമ്മ പറയുന്ന ആ ബർക്കത്തുള്ള നാവുകൊണ്ട് മോൻ ഉദ്ദേശിക്കുന്ന വീട്ടിൽ അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ആ ദുആ, ദാറ്റ്സ് ഇനഫ്. അത് മതി നമുക്ക്. ദുനിയാവ് കിട്ടും, ആഖിറും കിട്ടും. ആ വീട് ഒരു ബർക്കത്തുള്ള വീടായിരിക്കും. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു എങ്ങനെയാ ദുആഇന് ഇജാബത്തുള്ള മോനായത്? ബർറൽ ഉമ്മിഹി, ഉമ്മാന്റെ ബർക്കത്ത് നേടിയ, ഉമ്മാന്റെ ദുആ കിട്ടിയ മോനാണെന്ന് നമുക്ക് ഹദീസുകളിൽ പഠിക്കാം. സ്വഹാബിയാവാനുള്ള ഗോൾഡൻ ചാൻസ് ഉണ്ടായിട്ടില്ലേ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്? എന്നിട്ടും സ്വഹാബിയാവാൻ എന്തുകൊണ്ട് യമനിൽ നിന്ന് ഖർനിൽ നിന്ന് വന്നില്ല? ഉമ്മാനെ ഒറ്റക്കാക്കിയിട്ട് എങ്ങനെയാ പോവുക? ഇപ്പോൾ നമ്മളെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരിക. വൃദ്ധസദനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ വൃദ്ധസദനങ്ങളാണ്. പ്രായമുള്ള ഉപ്പിയുമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. മക്കള് 4 ആളുണ്ടായിട്ടുണ്ടാവും. ഒരുത്തൻ ഖത്തറിൽ, ഒരുത്തൻ കുവൈത്തിൽ, ഒരുത്തൻ ബഹ്റൈനിൽ, ഒരുത്തൻ ഒമാനിൽ. മൂത്ത 3 മക്കളോട് പറഞ്ഞാലും അവർ ചൂടാകും എന്നതുകൊണ്ട് ഉമ്മ പറയാൻ നിന്നിട്ടില്ല. ലാസ്റ്റത്തെ മോനോട് ചോദിച്ച് നീ എന്നാ വരോടാന്ന്. എങ്ങനെ വരിക? നല്ല ഡ്യൂട്ടിയും നല്ല ശമ്പളമൊക്കെ അല്ലേ. നിന്റെ ഭാര്യ ഫാത്തിമാനെങ്കിൽ അയച്ചൂടെ? ഓളോട് ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ ഓള് പറയുന്നു നിങ്ങില്ലാണ് ഞാൻ എങ്ങനെ നിക്കല്, മിസ്സിങ്.
മുത്തങ്ങ ബിബസ്നി മുത്തങ്ങ. ഉപ്പാക്കുമ്മാക്കൊന്നും ഹിദ്മത്തിനൊന്നും നമ്മളെ കുട്ടികളിപ്പോൾ കിട്ടൂല. ഞാൻ അതിൻ്റെ ഇബാറത്ത് ഈ കിതാബ് വായിക്കേണ്ട വഴി. ഏത് കാര്യവും ഓരോടൊന്നും മുഷാവറ നടത്താം. ഉമ്മ എന്താ പറയുന്നത് അതുപോലെ ചെയ്യാം.